ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ളതും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ളതുമായ ഈ ഫ്രൈഡ് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 800 ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള, ഒരു ചെറിയ സൈസ് സവാള എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗാർലിക് പൗഡർ, ഓണിയൻ പൗഡർ, ജിഞ്ചർ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ പൊടിയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണം ഞാനിത് ഫ്രഷായിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ, ഒന്ന് സോക്ക് ചെയ്ത് വെക്കാനായിട്ട് നമുക്കൊരു മാരിനേഷൻ റെഡിയാക്കണം. അതിനായിട്ട് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റിൽ നിന്ന് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ ഒറിഗാനോ. പിന്നെ ഇതിൽ ചിക്കൻ മുങ്ങി കിടക്കണ രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് ചിക്കൻ ഇതിൽ കിടന്ന് ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുറഞ്ഞത് ഒരു 3-4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇതിൽ ഉപ്പും പുളിയൊക്കെ മസാലകളൊക്കെ പിടിച്ച് നന്നായിട്ട് ഉണ്ടാവും. അപ്പം ഞാനിത് ഇവിടെ ഓവർനൈറ്റാണ് സോക്ക് ചെയ്യാനായിട്ട് വെക്കണത്. അപ്പം നമുക്കിത് മൂടി വെച്ച് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ചിക്കൻ ഇവിടെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ പീസസ് ഈ വെള്ളത്തിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ വെള്ളം നമുക്ക് ഇവിടെ സോക്ക് ചെയ്ത് വെച്ച വെള്ളം ഇവിടെ മാറ്റി വയ്ക്കാം. ആവശ്യമുണ്ട് നമുക്ക്. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, സവാളയും അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടി ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു 1/4 ഭാഗം എടുത്തിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ബാറ്റർ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ ചിക്കൻ പീസസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് തിരിച്ചു മറിച്ചു ഇട്ട് നന്നായിട്ട് ഈ ബാറ്ററിൽ മുക്കിയെടുക്കുക. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മിക്സ് ചെയ്ത് വെച്ച പൗഡർ ഉണ്ടല്ലോ അതിലിട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഈ ചിക്കനൊന്ന് നന്നായിട്ട് ഈ പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ നമ്മൾ നന്നായിട്ടൊന്ന് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഓരോ ചിക്കൻ പീസസ് നമുക്ക് ഈ പൊടിയിൽ ആദ്യം ബാറ്ററിൽ മുക്കി നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം പൊടിയിൽ മുക്കി നന്നായിട്ട് പ്രസ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ പൊടിയിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചിക്കൻ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ടിട്ട് അടുത്ത സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ചിക്കൻ പീസസും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കനാണ് ഇത്. അപ്പം നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് പറയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.